മൈ ന്യൂ വീഡിയോ. കഴിഞ്ഞ ദിവസം വാൻഡ് ഹോഫ് ഫാക്ടറിനെയും അബ്നോർമൽ മോളിക്കുലർ മാസിനെയും കുറിച്ച് ഞാൻ പറഞ്ഞു തന്നിരുന്നല്ലോ. എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇന്ന് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നത് വാൻഡ് ഹോഫ് ഫാക്ടർ ആയിട്ട് കുറച്ച് ബന്ധമുള്ള കാര്യമാണ്. അതായത് വാൻഡ് ഹോഫ് ഫാക്ടറും ഡിഗ്രി ഓഫ് അസോസിയേഷൻ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷനും തമ്മിലുള്ള ഒരു റിലേഷനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം വാൻഡ് ഹോഫ് ഫാക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഞാൻ ഓരോ എക്സാമ്പിളിലൂടെയാണ് പറഞ്ഞു തന്നിരുന്നത് അല്ലെ. അതായത് ചില ഇലക്ട്രോലൈറ്റുകള് വെള്ളത്തിലേക്ക് ഇടുമ്പോ അവിടെ ഡിസോസിയേഷൻ സംഭവിക്കുന്നു, ചിലതിനാകട്ടെ അസോസിയേഷൻ ആണ് സംഭവിക്കുന്നത്. ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഒരു സോൾവെന്റിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കംപ്ലീറ്റ് ആയിട്ട് അത് അയോൺസ് ആയിട്ട് മാറിപ്പോകും അല്ലെ. അപ്പൊ നമ്മൾ അവിടെ പറയും അവിടെ കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടന്നു, ഇറ്റ് ഹാസ് കംപ്ലീറ്റ്ലി അയനൈസ്ഡ്. എന്നാൽ ചിലപ്പോഴെങ്കിലും ഈ 100% ഡിസോസിയേഷൻ സംഭവിക്കണമെന്നില്ല, കുറച്ച് മാത്രം ഡിസോസിയേറ്റ് ചെയ്തു പോകാം. അപ്പൊ നമ്മൾ പറയും അവിടെ നടന്നത് ഒരു പാർഷ്യൽ ഡിസോസിയേഷൻ ആണ് എന്നുള്ളത്. ഇതേ കാര്യം തന്നെയാണ് അസോസിയേഷനിലും വരുന്നത്. അതായത് കുറച്ച് മോളിക്യൂള് മാത്രം അസോസിയേറ്റ് ചെയ്യുക, ബാക്കിയുള്ളത് ആസ് ഇൻഡിവിജ്വൽ മോളിക്യൂൾ ആയിട്ട് അവിടെ എക്സിസ്റ്റ് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ കുറച്ചെണ്ണം നമ്മൾ ഇട്ട് അതേപോലെയും ബാക്കി കുറച്ചെണ്ണം അസോസിയേറ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യാം. ഇങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ അവിടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് അസോസിയേഷൻ എന്ന കാര്യത്തിന്റെ പ്രസക്തി വരുന്നത്. ഈ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് അസോസിയേഷൻ ഇത് രണ്ടും റെപ്രസെന്റ് ചെയ്യുന്നത് ആൽഫ കൊണ്ട് തന്നെയാണ് കേട്ടോ. ഈ ആൽഫയും വാൻഡ് ഹോഫ് ഫാക്ടറായ ഐയും തമ്മിലുള്ള റിലേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. What is degree of association? It is the number of moles of electrolyte that associated to the total number of moles in that electrolyte. അതായത് 100 മോൾസ് ഉണ്ടെങ്കിൽ അതില് എത്ര മോൾസ് അസോസിയേറ്റ് ചെയ്തു? ചിലപ്പോ 10 ആയിരിക്കാം അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ 10/100 എന്ന് പറഞ്ഞു വരും. 10/100 എന്ന് പറഞ്ഞാൽ എന്താ? 10% അസോസിയേറ്റ് ചെയ്തു എന്നാണ് എന്റെ അർത്ഥം. ഓക്കെ, ഇപ്പൊ ക്ലിയർ അല്ലെ? ഇനി നമ്മള് ഈ ആൽഫയും അതുപോലെ തന്നെ വാൻഡ് ഹോഫ് ഫാക്ടർ ആയിട്ടുള്ള ഐയും തമ്മിലുള്ള റിലേഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. ലെറ്റ് us consider n molecules of the electrolyte A that get associated to form a bigger molecule which is represented by A times n. ഇത് ഒരു ഇക്വേഷൻ രൂപേണ എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെയാണ്: Na reversibly gives A times n. The number of moles at initial stage, here we are considering 1 mole of electrolyte. As the time progresses, the reaction will proceed in both direction. At equilibrium, the number of unassociated moles എന്ന് പറയുന്നത് 1 minus alphയും and at equilibrium, the number of associated moles എന്ന് പറയുന്നത് alpha by n ആണ്. അപ്പൊ എന്താണ് ഇവിടെ ആൽഫ? ഇറ്റ് ഈസ് എ ഡിഗ്രി ഓഫ് അസോസിയേഷൻ. എന്ന് വെച്ചാൽ ടോട്ടൽ ഉണ്ടായിരുന്ന ഒരു മോളിൽ നിന്ന് ആൽഫ പാർട്ടിക്കിൾസ് അസോസിയേറ്റ് ചെയ്തു. ആൻഡ് ദ റിമൈനിങ് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1 മൈനസ് ആൽഫ. ആൽഫ പാർട്ടിക്കിൾസിനെ മാറ്റി നിർത്തി ബാക്കിയുള്ള നമ്പർ ഓഫ് മോൾ എന്ന് പറയുന്നത് 1 മൈനസ് ആൽഫയാണ്. ഓക്കെ, ആൻഡ് ദ നമ്പർ ഓഫ് അസോസിയേറ്റഡ് മോൾസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൽഫ ബൈ എൻ. അപ്പൊ എപ്പോഴും അസോസിയേഷൻ സംഭവിക്കുമ്പോൾ ചുരുങ്ങാണ് ചെയ്യുന്നത് അല്ലെ, നമ്പർ ഓഫ് മോൾസിന്റെ എണ്ണം കുറയാണ്. അതുകൊണ്ടാണ് ഈ 1/n എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതി ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. 1/n ഇൻറ്റു ആൽഫ. ആൽഫ ബൈ n എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് അസോസിയേറ്റഡ് മോൾസ്. തെറ്റരുത്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആഫ്റ്റർ അസോസിയേഷൻ ചെയ്യുമ്പോൾ 1 മൈനസ് ആൽഫ പ്ലസ് ആൽഫ ബൈ n എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, നൗ we are going to relate this alpha and I. നമ്മളൊരു റിലേഷൻ പഠിച്ചിട്ടുണ്ട്. I is equal to the total number of moles after association or dissociation divided by total number of moles before association or dissociation. കഴിഞ്ഞ ദിവസം വാൻഡ് ഹോഫ് ഫാക്ടറിനെ കുറിച്ച് പഠിപ്പിച്ചു തന്നപ്പോ ഈ എക്സ്പ്രഷൻസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സ്പ്രഷനിൽ നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. I is equal to 1 minus alpha plus alpha by n divided by 1. And 1 എന്താണത്? It is a number of moles before association and it is 1. Okay.
ഈ ഒരു എക്സ്പ്രഷൻ പഠിച്ചു വെക്കണം. ഐ ഇസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ പ്ലസ് ആൽഫ ബൈ എൻ എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഈ 1നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഐ മൈനസ് 1 ഇസ് ഈക്വൽ ടു ആൽഫ ബൈ എൻ മൈനസ് ആൽഫ എന്ന് എഴുതി. ഇത് പക്ക മാത്സ് ആണ്, ഇതിൽ കെമിസ്ട്രി ഒന്നുമില്ല. ഐ മൈനസ് 1 ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു 1 ബൈ എൻ മൈനസ് 1. കാരണം ആൽഫയാണല്ലോ ഇതിലെ കോമൺ ഫാക്ടർ, അതിനെ പുറത്തേക്ക് എടുത്തു. ഫൈനലി ആൽഫ ഇസ് ഈക്വൽ ടു I minus 1 divided by 1 by n minus 1 എന്ന് പറഞ്ഞു കിട്ടും. And this is the relation that connecting the degree of association and Van Hoff factor. പ്രത്യേകം ശ്രദ്ധിക്കണം, this expression is for association. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കുക, ഡിസോസിയേഷനും ഇതുപോലുള്ള ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ഇനി നമ്മള് ഡിസോസിയേഷനെ ബേസ് ചെയ്തിട്ടുള്ള റിലേഷൻ പഠിക്കാൻ പോവാണ് ബിറ്റ്വീൻ ദ ഐ ആൻഡ് ഏതും ആൽഫ, ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ആൻഡ് വാട്ട് ഇസ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ? ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇലക്ട്രോലൈറ്റ് ദാറ്റ് ഡിസോസിയേറ്റഡ് ടു ദി ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഇൻ ദ ഇലക്ട്രോലൈറ്റ്. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസോസിയേഷൻ സംഭവിക്കാം. ചിലപ്പോൾ 10% മാത്രം ഡിസോസിയേറ്റ് ചെയ്ത് പോവാം, ചിലപ്പോ 50% മാത്രമേ ഡിസോസിയേഷൻ സംഭവിക്കുള്ളൂ. അങ്ങനെയുള്ള കേസിലൊക്കെ നമുക്ക് ആൽഫ എന്ന് പറയുന്ന കാര്യത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. സോ ലെറ്റ് us consider one molecule of the electrolyte A to give n ions. ഒരു മോളിക്യൂൾ ഇലക്ട്രോലൈറ്റ് എടുത്തു, അത് n അയോൺ ആയിട്ട് മാറി. And the number of moles at initial stage, it is 1. പ്രോഡക്റ്റ് സൈഡിന്റെ അവിടെ 0, തുടക്കല്ലേ, അപ്പൊ പ്രോഡക്റ്റ് ഒന്നുമില്ല. Then after a time t, the number of undissociated mole എന്ന് പറയുന്നത് it is 1 minus alpha. Number of moles which are in the undissociated form which remains in that particular solution, that is 1 minus alpha. Okay? ഇനി n alpha എന്ന് പറയുന്നത് ആൽഫ ഫോം ചെയ്തു, അത് n മോൾസ് ആയിട്ട് കമ്പൈൻ ചെയ്തപ്പോൾ that become n alpha. Total number of moles after dissociation is equal to 1 minus alpha plus n alpha. 1 minus alpha ഇവിടെ ഉള്ളതും ഈ n alpha എന്ന് പറയുന്നതും കൂടി ആഡ് ചെയ്യണം. And these are the total number of moles which now present in that solution. This is after dissociation. And what is the total number of moles before dissociation? It is 1. So we can easily find out I. നമ്മൾ ആ പറഞ്ഞ എക്സ്പ്രഷൻ ഉപയോഗിച്ച് ഐ കണ്ടുപിടിക്കുന്നു. 1 മൈനസ് ആൽഫ പ്ലസ് എൻ ആൽഫ ഡിവൈഡഡ് ബൈ 1. എന്താണെന്ന് മനസ്സിലായല്ലോ? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ബിഫോർ ഡിസോസിയേഷൻ. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. Then I minus 1 is equal to n alpha minus alpha. Then I minus 1 is equal to alpha into n minus 1. And finally alpha is equal to I minus 1 divided by n minus 1. നേരത്തെ എക്സ്പ്രഷനിൽ നിന്ന് ഒരു ചെറിയൊരു മാറ്റാണ്. നേരത്തെ ഇവിടെ 1 by n എന്നായിരുന്നു, ഇവിടെ ആണെങ്കിൽ അത് n എന്നാണെന്ന് മാത്രം. അപ്പൊ ഈ ഒരു എക്സ്പ്രഷൻ പഠിച്ചു വെക്കുക. ദിസ് ഈസ് ഫോർ ഡിസോസിയേഷൻ. എത്ര ശതമാനം ഡിസോസിയേഷൻ സംഭവിച്ചു ഒരു ഇലക്ട്രോലൈറ്റിന്, അല്ലെങ്കിൽ എത്ര ശതമാനം അസോസിയേഷൻ സംഭവിച്ചു ഒരു ഇലക്ട്രോലൈറ്റിന് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ആൽഫ കണ്ടുപിടിച്ചേ തീരൂ. മനസ്സിലായോ? അവിടെയാണ് ഈ ഒരു എക്സ്പ്രഷന്റെ പ്രസക്തി കേട്ടോ. ഓക്കെ, അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തു നോക്കാം. ഇതിപ്പോ ഞാൻ ജനറൽ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. 1-2 ക്വസ്റ്റ്യൻസ് ഇതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ വാൻ ഡെ ഹോഫ് ഫാക്ടറിനെ ബേസ് ചെയ്തിട്ട് എന്താണ്, എങ്ങനെയാണ് ഐ കണ്ടുപിടിക്കാന്നുള്ളതൊക്കെ ഒന്ന് ഞാൻ പറഞ്ഞു തരാം ഇപ്പൊ. ഓക്കെ, നമ്മള് കഴിഞ്ഞ ദിവസം വാൻ ഡെ ഹോഫ് ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചല്ലോ. പക്ഷെ നമ്മൾ ചോദ്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലെ. ഇന്ന് ഞാൻ ആ ഒരു വാൻ ഹോഫ് ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് വാൻ ഹോഫ് ഫാക്ടർ ഫോർ എ ഡൈല്യൂട്ട് സൊല്യൂഷൻ ഓഫ് പൊട്ടാസ്യം സൾഫേറ്റ് ഇൻ വാട്ടർ? അതൊരു ക്വസ്റ്റ്യൻ. പിന്നെ ബെൻസോയിക് ആസിഡ് ഇൻ ബെൻസീൻ. ഈ 2 ചോദ്യങ്ങൾ നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ വരുന്ന ഏത് ചോദ്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഉറപ്പാണ്. എങ്ങനെയാണ് ഇത് ആൻസർ ചെയ്യുന്നത്? പലപ്പോഴും 1 മാർക്കിന്റെ ചോദ്യമൊക്കെ ആയിട്ട് വരാറുള്ളതാണ് കേട്ടോ. പൊട്ടാസ്യം സൾഫേറ്റിന്റെ അയണൈസേഷൻ കാണിക്കുക. പൊട്ടാസ്യം സൾഫേറ്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പൊ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. ഏതൊക്കെയാണ് സ്ട്രോങ്, ഏതൊക്കെയാണ് വീക്ക് എന്നുള്ള കാര്യങ്ങളിൽ ഒരു ധാരണ ഉണ്ടാവണം.
ഇതൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കാന്നുള്ളതൊക്കെ മുൻപ് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഓക്കെ, പൊട്ടാസ്യം സൾഫേറ്റ് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. സോ 100% ഡിസോസിയേഷൻ ടേക്സ് പ്ലേസ്. അതുകൊണ്ട് തന്നെ ആൽഫ എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. നമ്മൾ പഠിച്ചു ഇപ്പൊ തന്നെ ആൽഫ ഇസ് ഈക്വൽ ടു I-1 ഡിവൈഡഡ് ബൈ N-1 എന്നുള്ളത്. അതായത് ഡിസോസിയേഷൻ സംഭവിക്കുമ്പോൾ ദ റിലേഷൻ കണക്റ്റിംഗ് ആൽഫ ആൻഡ് I എന്ന് പറയുന്നത് ഇതാണ്. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ. ഞാൻ പറഞ്ഞു ആൽഫ ഫോർ പൊട്ടാസ്യം സൾഫേറ്റ് ഈസ് 1. നമ്മളിവിടെ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇസ് ഈക്വൽ ടു I-1 ഡിവൈഡഡ് ബൈ 3-1. ഹിയർ 3 എന്ന് പറയുന്നത് എന്താ? N ആണ്. ദ നമ്പർ ഓഫ് മോൾസ്. ദ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് ഇവിടെ N is equal to 3. ദ നമ്പർ ഓഫ് മോൾസ് ദാറ്റ് ഗെറ്റ് ഡിസോസിയേറ്റഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ N ന്റെ വാല്യൂ 3 എന്ന് കൊടുക്കാം. അപ്പോ 3-1 എന്ന് പറയുന്നത് 2 ആണ്. നമ്മൾ ഈ എക്സ്പ്രഷനിലൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുമ്പോ I is equal to 2 plus 1 that is equal to 3 എന്ന് കിട്ടും. ഓക്കെ, ഈ 3 ആണ് ഇപ്പോ I വാല്യൂ. ഈ 3 വളരെ എളുപ്പത്തിൽ എങ്ങനെ കിട്ടുക എന്നുള്ളത് കാണിച്ചു തരട്ടെ. ഇത്ര ഒന്നും ചെയ്യാതെ തന്നെ വളരെ ഈസി ആയിട്ട് I is equal to, നമ്മളൊരു എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ അല്ലെങ്കിൽ അസോസിയേഷൻ. ഇവിടെ ഡിസോസിയേഷൻ ആയതുകൊണ്ട് നമുക്ക് അത് പറയാം. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ബിഫോർ ഡിസോസിയേഷൻ. നമ്മൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ പഠിച്ചത് ഓർമ്മയില്ലേ? I is equal to ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ബിഫോർ ഡിസോസിയേഷൻ. അപ്പൊ ഇതിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. വാട്ട് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ? ഇറ്റ് ഈസ് 3. And what is the total number of moles before dissociation? It is 1. അല്ലേ? 3/1 that is equal to 3. ഇനി വേറൊരു കാര്യം കൂടി പഠിച്ചിട്ടുണ്ട്. For dissociation I value is always greater than 1. അല്ലേ? I 1നേക്കാളും കൂടുതലല്ലേ? It is 3. And for KCl it is 2. അപ്പോ എല്ലായ്പ്പോഴും I വാല്യൂ 1നേക്കാൾ കൂടുതലായിരിക്കും in the case of dissociation. ആ കാര്യം കൂടി നമ്മളിപ്പോ ഒന്നും കൂടി മനസ്സിലാക്കി. ഓക്കെ, അപ്പൊ ഈ രണ്ട് രീതിയിലൂടെയും നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യാം കേട്ടോ. കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ ബെൻസോയിക് ആസിഡിന്റെതും കൂടി ഒന്ന് ചെയ്തു നോക്കാം. ഈ ഒരു എക്സ്പ്രഷൻ എല്ലാവർക്കും അറിയാം. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ C6H5COH ഇൻ ബെൻസീൻ എന്ന് പറയുമ്പോ 2 moles of C6H5COH dimerizes to give C6H5COOH twice. അത് ഡൈമർ ആയി മാറിയത് ദാറ്റ് ഈസ് ഡ്യൂ ടു ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇനി നമ്മൾ I കാണാൻ പോവാണ് കേട്ടോ. I is equal to what is the total number of moles after association? It is 1 divided by what is the total number of moles before association? It is 2. So here I is equal to 1/2. എന്റെ പാനൽ തമാശയൊക്കെ തീർന്നു. ഇനി ഐയുടെ വാല്യൂ പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടേ നമുക്കൊരു ചെറിയൊരു ട്രിക്ക് നോക്കാം. I is equal to N ആണ് for dissociation. ഇവിടെ N എന്ന് പറയുന്നത് it is the number of moles after dissociation. അത് ശ്രദ്ധിക്കണം. And I is equal to 1/N for association. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഈ N എന്ന് പറയുന്നത് it is the number of moles that get associated. The number of moles associated. എത്ര മോൾസ് ഇവിടെ അസോസിയേറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പൊ 3 ആണെങ്കിൽ 3, 4 ആണെങ്കിൽ 4, 2 ആണെങ്കിൽ 2, അങ്ങനെ. അപ്പോ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇത് പ്രത്യേകിച്ച് അധികം ആരോടും പറയണ്ട കേട്ടോ, നിങ്ങൾ തന്നെ മനസ്സിലാക്കി വെച്ചാൽ മതി. I is equal to N ആണ് for dissociation and I is equal to 1/N ആണ് for association. ഓക്കെ, പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് കിട്ടും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, N എന്ന് പറയുന്നത് ഡിസോസിയേഷന്റെ കേസിൽ ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് അയോൺസ് ആഫ്റ്റർ ഡിസോസിയേഷൻ. ഇവിടുത്തെ N എന്ന് പറയുന്നത് അസോസിയേഷന്റെ കേസിൽ നമ്പർ ഓഫ് മോൾസ് ബിഫോർ അസോസിയേഷൻ. ട്രിക്കായില്ലേ? വേഗം കിട്ടും. ഓക്കെ, ഇനി ആൽഫ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഈ രീതിയൊന്നും പറ്റില്ല. ആൽഫയുടെ എക്സ്പ്രഷൻ വെച്ചിട്ട് തന്നെ ചെയ്യണം. ഓക്കെ, ക്ലിയർ? ശരി, ഇനി നമുക്ക് ഒരു പ്രോബ്ലം കൂടി ചെയ്തു നോക്കാം, എന്നിട്ട് ഇത് അവസാനിപ്പിക്കാം. ഇപ്പത്തെ ബോറടിക്കുന്നുണ്ടോ? അന്നാന്ന് എടുത്തു പോകുന്ന കാര്യങ്ങൾ അന്നാന്ന് തന്നെ പഠിച്ചു പോവുക. ഒരിക്കലും അത് നാളത്തേക്ക് വെക്കരുത്. ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്.
നിങ്ങൾക്ക് തന്നെ നിങ്ങൾ പാര വെക്കല്ലേ. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കാണാം. 2 gram of benzoic acid dissolved in 25 gram of benzene shows a depression in freezing point equal to 1.62 Kelvin. Kf for benzene is 4.9 Kelvin kilogram per mole. What is the percentage association of acid if it form a dimer in solution? എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടോ? എന്റെ ബ്ലാക്ക് പാനയുടെ മഷൊക്കെ തീർന്നു, ഞാൻ മേടിക്കാൻ മറന്നുപോയി. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? 2 gram ബെൻസോയിക് ആസിഡ് 25 gram ബെൻസീനിൽ ഡിസോൾവ് ചെയ്തു. ഓക്കെ, ആ സമയത്ത് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് വന്നത് 1.62 കെൽവിൻ ആണ്. ആൻഡ് Kf ഫോർ ബെൻസീൻ ഈസ് 4.9 കെൽവിൻ കിലോഗ്രാം പെർ മോൾ. ഇവിടുത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പെർസെന്റേജ് അസോസിയേഷൻ ഓഫ് ആസിഡ്? ദാറ്റ് മീൻസ് ഇൻ ദിസ് ക്വസ്റ്റ്യൻ യു ആർ ആസ്ക്ഡ് the degree of association, alpha. ആൽഫ കണ്ടെത്തണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് I-1 ഡിവൈഡഡ് ബൈ 1/n-1. നമുക്ക് ഇവിടെ കിട്ടേണ്ടുന്ന ഒരു കാര്യം എന്താണ്? I വേണ്ടേ? I വേണം. I കിട്ടിയാലാണ് നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? എങ്ങനെയാണ് നമുക്ക് I കിട്ടുന്നത്? പല ഓപ്ഷൻസ് ഉണ്ട്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് ഐ വാല്യൂ കാണാം, മോളിക്കുലാർ മാസ് ഉപയോഗിച്ച് ഐ വാല്യൂ കാണാം എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലൂടെ നമ്മൾ ഐ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ എങ്ങനെ സോൾവ് ചെയ്യുന്നത് നോക്കൂ. ഞാൻ ടൈം അധികം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ എല്ലാം സോൾവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞാൻ മുൻപ് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ് മോളിക്കുലാർ മാസ് ഡിറ്റർമിനേഷൻ. ഇവിടെ KF ആണ്, അതായത് ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റിലെ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്. അത് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ സോൾവ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് വി ഹാവ് ടു കാൽക്കുലേറ്റ് മോളിക്കുലാർ മാസ് ഓഫ് ദി സൊല്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻസോയിക് ആസിഡിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്നു നമ്മുടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച്. ആൻഡ് എക്സ്പ്രഷൻ നമുക്കുണ്ട് KF into WB into 1000 ഡിവൈഡഡ് ബൈ ഡെൽറ്റ TF into WA. നമ്മുടെ ക്വസ്റ്റ്യനിൽ എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത്രയേ ഉള്ളൂ. KF എല്ലാ വാല്യൂസും ഇവിടെ തന്നിട്ടുണ്ട്, എല്ലാം ഓരോന്ന് നോക്കി എഴുതുന്നു. ഈ ഒരു കാര്യം എങ്ങനെ ചെയ്യാന്നുള്ളത് അറിയാത്തവരുണ്ടെങ്കിൽ ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അത് നന്നായിട്ടൊന്ന് കാണുക. അപ്പൊ അവിടെ പ്രോബ്ലം ഒക്കെ എങ്ങനെ ചെയ്യാന്നുള്ളത് വിശദമായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. മോളിക്കുലാർ മാസ് നമുക്ക് കിട്ടിയത് 241.9 gram per mole ആണ്. നൗ വാട്ട് ഈസ് ദ നോർമൽ മോളാർ മാസ് ഓഫ് ബെൻസോയിക് ആസിഡ്? നമുക്ക് മോളിക്കുലാർ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാവുന്നതാണ് അല്ലെ? നോർമൽ മോളാർ മാസ് എത്രയാണ്? ബെൻസോയിക് ആസിഡ് ഇസ് ഈക്വൽ ടു, അതിന്റെ നോർമൽ മോളാർ മാസ് കണ്ടുപിടിക്കുകയാണ് നമ്മളുടെ അറ്റോമിക് മാസസ് ഒക്കെ വെച്ചിട്ട്. ആൻഡ് വി ഗോട്ട് ദ ആൻസർ ആസ് 122. ആൻഡ് ദിസ് ഇസ് ദ ആക്ച്വൽ മോളിക്കുലാർ മാസ് ഓഫ് ബെൻസോയിക് ആസിഡ്. പക്ഷെ നമുക്ക് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വഴി കിട്ടിയത് 241.9 gram per mole ആണ്. നോക്കൂ, ദിസ് ഇസ് എ ബിഗ് ഡിഫറൻസ് അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി how can we find out I? Now we got the normal molar mass and the abnormal molar mass. That means the observed molar mass. അപ്പൊ നമുക്ക് കിട്ടി 241.9 gram per mole നമ്മൾ കണ്ടെത്തി. അബ്നോർമൽ മോളാർ മാസ് എന്ന് പറയുന്നത് 241.9 ഉം നോർമൽ മോളാർ മാസ് എന്ന് പറയുന്നത് 120 ആണ്. Now we got the answer as 0.504. ഇവിടെ നമുക്ക് കിട്ടിയത് എന്താ? ഐ വാല്യൂ ആണ്. ഓക്കെ, ഈ ഐ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ കാൽക്കുലേറ്റ് ആൽഫ, ദ ഡിഗ്രി ഓഫ് അസോസിയേഷൻ. അപ്പൊ ഡൈമർ ആയിട്ട് ഉണ്ടാകുന്ന പെർസെന്റേജ് ഓഫ് അസോസിയേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മള് ആൽഫ ഇസ് ഈക്വൽ ടു I-1 ഡിവൈഡഡ് ബൈ 1/n-1 എന്ന് ചോദിക്കുക. ക്വസ്റ്റ്യനിൽ ഡിസോസിയേഷൻ ആണെങ്കിൽ നമ്മുടെ ഈ എക്സ്പ്രഷനിലും മാറ്റം വരുത്തേണ്ടതായിട്ട് വരും. ഡിസോസിയേഷൻ ആണെങ്കിൽ I-1 ഡിവൈഡഡ് ബൈ n-1 എന്ന് മാത്രമേ വരുള്ളൂ കേട്ടോ. നമ്മളിവിടെ കിട്ടിയിട്ടുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഐക്ക് 0.504 - 1 ഡിവൈഡഡ് ബൈ 1/2 - 1. ഇവിടെ n എന്ന് പറയുന്നത് എത്ര മോൾസ് അസോസിയേറ്റ് ചെയ്തു എന്നതിനെ കുറിച്ചുള്ളതാണ് അല്ലെ? ഇവിടെ എത്ര മോളാണ് അസോസിയേറ്റ് ചെയ്തത്? ഡൈമർ ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മോളുകൾ അസോസിയേറ്റ് ചെയ്യണം. അപ്പോ n എന്ന് പറയുന്നത് ഇവിടെ എന്ത് വരും? n is equal to 2. അപ്പോ n ന്റെ വാല്യൂ നമുക്ക് 2 കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 1/2 - 1. സിമ്പിൾ മാത്സ് ആണ്. ഇതിൽ ഞാൻ പറഞ്ഞു ഇതിലൊരു കെമിസ്ട്രി ഇല്ല.
മാത്സ് അറിയുന്ന കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വേഗം വേഗം ചെയ്തു പോവാം. We got the answer as 0.992 and this is the degree of association. We have to calculate the percentage of association. അപ്പൊ പെർസെന്റേജ് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ you just multiply this answer with 100. അപ്പോ 0.992 into 100 ചെയ്തപ്പോ 99.2% എന്ന് കിട്ടി. എന്നാൽ ഇതിന്റെ അർത്ഥം എന്താ? 99.2% മോളിക്യൂള് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതാണ് നമ്മുടെ ചോദ്യവും. ഇതുപോലെ ഏത് ചോദ്യം വേണമെങ്കിലും വരാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഇത്തരം എക്സ്പ്രഷനിലൂടെ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോ ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ടെക്സ്റ്റിലുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് ചോദിക്കുക, മറക്കരുത്. ഓക്കെ, അപ്പോ ഇന്നത്തെ ഈ ഒരു സെഷൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഒന്നും കൂടി പറയട്ടെ, നമ്മുടെ ഈ സൊല്യൂഷൻ എന്ന ചാപ്റ്ററുടെ ഫിനിഷായി. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോ ഓക്കെ, അപ്പോ സംശയം ചോദിച്ച കുട്ടികൾക്കെല്ലാം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.